എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് 2026 വേണ്ടിയിട്ട് നമ്മൾ ജേർണലിംഗ് തുടങ്ങുന്നതിന് വേണ്ടി ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്കാണ് ഞാൻ എടുത്തത്. അപ്പോൾ 2026 ഗോൾസ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നോക്കാമല്ലോ. അപ്പോൾ ബുക്കെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എന്നിട്ട് ഞാനതിൽ എൻ്റെ 2026 നല്ല വൃത്തിയായിട്ട് എഴുതി അടിവരയൊക്കെയിട്ട് വെച്ചു. പിന്നെ നമ്മളൊരു ആധ്യാത്മികമായ രീതിയിലാണല്ലോ നമ്മുടെ ഈ ഒരു രീതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ആധ്യാത്മിക യാത്ര എന്നാണ് ഞാൻ ആ ഒരു ബുക്കിന് പേര് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ നാമം എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ ദിവസവും നാമം എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വരയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനുവരി 31 അപ്പോൾ 31 വരെ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ സ്ഥാനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജനുവരി 1 പുതിയ തുടക്കത്തിൽ ഞാൻ എഴുതി വെച്ചത് 4 മണിക്ക് എഴുന്നേൽക്കണം, യോഗ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ടെമ്പിൾ വിസിറ്റൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് ഇങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മളിങ്ങനെ എഴുതിയാൽ മാത്രം പോരാ കേട്ടോ, നമ്മളത് ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിലൊരു മാറ്റം വന്നത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഡയറി എടുത്തത് കൊണ്ടോ ഡയറി എഴുതിയത് കൊണ്ടോ കുറേ റെസൊല്യൂഷൻസ് എഴുതിയത് കൊണ്ടോ ഒന്നും നമ്മുടെ ലൈഫ് മാറാൻ പോകുന്നില്ല. അത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ആധ്യാത്മിക യാത്രയിൽ നിങ്ങളും കൂടി പങ്കാളികളാകാനായിട്ട് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കും ഈ ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ വീഡിയോ എന്തിനാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഇത് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാമങ്ങൾ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നാമങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ ഒരു ഒറ്റ സമയം നമ്മൾ ഭഗവാനെ ഓർക്കും. എപ്പോഴും എല്ലാവരും വെളുപ്പിന് 4 മണിക്ക് തന്നെ ഈ ഒരു നാമം എഴുതാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. നമുക്ക് നല്ല ലൈഫ് വേണം, നമുക്ക് നല്ല സമാധാനം വേണം, എല്ലാവർക്കും നമ്മളോട് സ്നേഹം വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമല്ലോ. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുക. ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഒരു 3 മാസം അല്ലെങ്കിൽ 1 മാസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ 1 മാസം കഴിയുമ്പോൾ ഫെബ്രുവരിയിൽ ഞാൻ അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് ചെയ്തു എന്നോട് പറയുകയും വേണം. അതോടൊപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് എന്നോട് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ക്ലാരിറ്റി എന്തെങ്കിലും ഇല്ലാതെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നല്ല വൃത്തിയായിട്ട് വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും 2026 നല്ലൊരു വർഷമായിരിക്കട്ടെ. അതേപോലെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ. നിങ്ങൾക്ക് ഡയറി എഴുതാൻ സാധിക്കട്ടെ, പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ, ഭഗവാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ എൻ്റെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ അതനുസരിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഹരിയോ.